ഭരണകൂടങ്ങളുടെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഒരു രാജ്യത്തിലെ സാധാരണ ജനങ്ങളെ, അവരുടെ സമാധാനത്തെ, ആ രാജ്യത്തിന്റെ സുസ്ഥിതിയെ, സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തെ എത്രത്തോളം ഗുരുതരമായി ബാധിക്കും എന്നതിന്റെ ഒരു മകുട ഉദാഹരണമായി മാറുകയാണ് കാനഡ. കാനഡ ഭരിക്കുന്ന ജസ്റ്റിൻ ട്രൂഡോ സർക്കാർ, അദ്ദേഹം നടത്തുന്ന ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് മൂലം അവിടെ നിന്നുള്ള വാർത്തകൾ പരിശോധിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കാനഡ ഖലിസ്ഥാൻ തീവ്രവാദികളുടെയും ഇസ്ലാമിസ്റ്റുകളുടെയും ഒരു സേഫ് സോണായി മാറിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഒരു കാലത്ത് ക്രൈസ്തവ രാജ്യമായിരുന്ന കാനഡ അതിൻ്റെ പരമ്പരാഗത ക്രൈസ്തവ മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്ന അനവധി വാർത്തകളാണ് അവിടെ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കാനഡയിൽ സംഭവിക്കുന്നത് എന്താണ്? കാനഡയിലെ സർക്കാർ കാണിക്കുന്ന അതിഭയാനകമായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്, അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത, അല്ലെങ്കിൽ ആരുമായി കൂട്ടുകൂടാൻ മടിക്കാത്ത ആ ഒരു നയം, അത് സൃഷ്ടിച്ച ഇമ്പാക്റ്റ്, അത് പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിന് നൽകുന്ന മുന്നറിയിപ്പുകൾ, ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ജോജി റോബിൻ. ഈ പറയുന്നത് പോലെ ഈ ജസ്റ്റിൻ ട്രൂഡോയുടെ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് അത് അക്ഷരാർത്ഥത്തിൽ കാനഡയെ വലിയ രീതിയിലൊരു അരക്ഷിതാവസ്ഥയിലേക്ക് നയിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ സമാധാനത്തിനും സുസ്ഥിരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിനും പേരുകേട്ട ഒരു രാജ്യമായിരുന്നു കാനഡ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല സ്ഥിതി. പറഞ്ഞതുപോലെ ഖലിസ്ഥാൻ തീവ്രവാദികളുടെയും ഇസ്ലാമിസ്റ്റുകളുടെ ഒരു വിളനിലമായിട്ടൊരു സേഫ് സോണായിട്ട് കാനഡ മാറിയിരിക്കുന്നു. അല്ല, ഏറ്റവും ആദ്യത്തെ ഒരു പോയിന്റ് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ജസ്റ്റിൻ ട്രൂഡോയുടെ വാക്കുകൾ തന്നെയാണ് ഇവർക്കൊരു വളമായിട്ട് മാറിയത്. അതായത് ജസ്റ്റിൻ ട്രൂഡോ ഇമിഗ്രൻസിനോട് പറഞ്ഞൊരു വാക്കാണ്, യു കം ഹിയർ, യു ക്യാൻ ബി ഹൂ യു ആർ. അതായത് നിങ്ങൾ ഈ രാജ്യത്തിലേക്ക് വന്നോളൂ, നിങ്ങൾ ആരായിരിക്കുന്നോ ആ ഒരു അവസ്ഥയിൽ തന്നെ ഈ രാജ്യത്തിലേക്ക് വന്നോളൂ. അപ്പോൾ ഒരു ഹമാസ് അനുഭാവിയാണെങ്കിൽ ആ ഹമാസ് അനുഭാവം ഈ രാജ്യത്ത് തുടർന്നോളൂ. ഒരു ഖാലിസ്ഥാൻ അനുഭാവിയാണെങ്കിൽ ആ ഒരു ഖാലിസ്ഥാൻ അനുഭാവം അല്ലെങ്കിൽ ആ ഒരു മനോഭാവം ഈ രാജ്യത്ത് ഉള്ളപ്പോൾ തുടർന്നോളൂ എന്ന രീതിയിലുള്ള, അതായത് മുൻകൂർ ജാമ്യം തന്നെ ഈ പറയുന്ന ജസ്റ്റിൻ ട്രൂഡോ ഈ ഇമിഗ്രൻസിനും അല്ലെങ്കിൽ അവിടേക്ക് കടന്നു വന്നിരിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾക്കും ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കും ഓൾറെഡി നൽകി കഴിഞ്ഞു. നമ്മൾ ഇന്ന് ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കാനുള്ള പ്രധാനപ്പെട്ട 3 പോയിന്റാണുള്ളത്. ഒന്ന്, ഇന്ത്യയും കാനഡയും തമ്മിൽ അതിഭയാനകമായ വിധത്തിൽ അവർ തമ്മിൽ തകർന്നുകൊണ്ടിരിക്കുന്ന നയതന്ത്ര ബന്ധം. ഈ പൊളിറ്റിക്കൽ നിരീക്ഷകരൊക്കെ പറയുന്നത് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഈ നയതന്ത്ര ബന്ധത്തിലെ ഒരു പാളിച്ചകൾ വെച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പാകിസ്ഥാനായിട്ട് കാനഡ മാറുകയാണ് എന്ന ശ്രദ്ധേയമായിട്ടുള്ള നിരീക്ഷണങ്ങൾ പല പൊളിറ്റിക്കൽ നിരീക്ഷകരും ഉന്നയിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഈ ഒക്ടോബർ 7-ാം തീയതിക്ക് ശേഷം കാനഡയിൽ ഉടനീളം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആന്റി സെമിറ്റിക് വികാരം. അതിന്റെ 1-2 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ മോൺട്രിയോളിൽ, കാനഡയിലെ 2ാമത്തെ സിറ്റിയായ മോൺട്രിയോളിൽ നാറ്റോ ഒഫീഷ്യൽസിന്റെ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അവിടെ നടന്ന ഒരു അരാജകത്വം എന്ന് പറയുന്നത്, അതിന്റെ തീവ്രതയുടെ പകുതിയിൽ അല്ലെങ്കിൽ 1/3 പോലും ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അവിടെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആ ഡെമോൺസ്ട്രേഷനിൽ അല്ലെങ്കിൽ ആ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്തവർ കൈകളിൽ വഹിച്ചിരുന്നത് ഇറാന്റെയും ഈ ഹിസ്ബുള്ളയുടെയും ലെബനോന്റെയും ഒക്കെ പതാകകളാണ്, ഹമാസിന്റെ പതാകകളാണ്. യഹിയ സിൻവാറിന്റെ വേഷം ധരിച്ച് അതിലൂടെ നടക്കുന്നവരുണ്ട്. ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ ജൂയിഷ് പീപ്പിളിനെതിരെ അവർ പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു, ഫൈനൽ സൊല്യൂഷൻ വരുന്നു. ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ നാസി പട്ടാളക്കാർ ഈ ഹോളോകോസ്റ്റിനെ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിച്ച ഒരു വാക്കാണ് ഫൈനൽ സൊല്യൂഷൻ. ഒപ്പം തന്നെ ഗ്ലോബൽ ഇൻഡിഫാദ, അതായത് ഈ പാലസ്തീൻ അപ്രൈസിംഗുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്ന ഗ്ലോബൽ ഇൻഡിഫാദ എന്നൊരു വാക്ക്. മറ്റൊരു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ കാനഡയിൽ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന ഈ പ്രോ ഹമാസ് അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ, തീവ്രവാദ അനുകൂല നിലപാടുള്ളവർ അവിടെ വന്ന് ക്ലാസ്സുകൾ എടുക്കുന്നു, അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ. ഏറ്റവും ഒരു ഉദാഹരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാനഡയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഈ കഴിഞ്ഞ ദിവസം ഈ എലോൺ ലെവി എന്ന് പറയുന്ന ഒരു ഇസ്രായേൽ ഗവൺമെന്റ് സ്പോക്സ് പേഴ്സണ് അവിടെ സംസാരിക്കാൻ ഒരു അനുവാദം കൊടുത്തില്ല. അതേസമയം ഹസൻ ഡൈബ എന്ന് പറയുന്ന ഒരു കൺവിക്റ്റഡ് ആയിട്ടുള്ള ടെററിസ്റ്റിനെ അവിടെ യൂണിവേഴ്സിറ്റിയിൽ വന്ന് പഠിപ്പിക്കാൻ അനുവാദം കൊടുക്കുന്നു. കാനഡയിലെ മിസിസാഗയുടെ മേയർ ഈ യഹിയ സിൻവാറിനെ നെൽസൺ മണ്ടേലയായിട്ട് കമ്പയർ ചെയ്യുന്നു. അതായത് നെൽസൺ മണ്ടേലയ്ക്ക് തത്തുല്യമാണ് യഹിയ സിൻവാർ എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം. അപ്പോൾ ഒരു അരാജകത്വം നിറഞ്ഞൊരു അന്തരീക്ഷം. ഇനി 3-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പരമ്പരാഗത ക്രൈസ്തവ മൂല്യങ്ങളിൽ നിന്നുള്ള കാനഡയുടെ ഒരു വ്യതിചലനം. അത് വളരെ ദൂരവ്യാപകമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് അല്ലേ ജോജി? കാരണം കാനഡ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു രാജ്യം. അക്ഷരാർത്ഥത്തിൽ ആ രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്ന രീതിയിലാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ പോക്ക്. അതിന് പിന്നിൽ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്, അതിനോടൊപ്പം തന്നെ മറ്റു ചില എലമെന്റ്സും അവിടെ പ്ലേ ചെയ്യുന്നില്ലേ? ലോകത്തിലെ 2ാമത്തെ ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള രാജ്യമാണ് കാനഡ. സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ആണ്, മനസ്സിലാക്കണം. അത് അമേരിക്കയെക്കാളും കൂടുതൽ വലിപ്പമുള്ള ഒരു രാജ്യം, സമ്പന്ന രാജ്യം, എല്ലാം ഉണ്ട്. പക്ഷെ അവിടുത്തെ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു പ്രത്യേകാവസ്ഥ മൂലം എല്ലാ സ്ഥലങ്ങളും അത്രമാത്രം താമസയോഗ്യമല്ല.
അപ്പോൾ നമ്മൾ ഈ കാനഡയുടെ ഒരു ചരിത്രം പഠിക്കുമ്പോൾ ജോർജ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെച്ചാൽ ഈ കാനഡയ്ക്ക് ശരിക്ക് എന്താ പറയുക, അവരുടെ പിന്നെ അങ്ങോട്ട് കടന്നു വന്ന ഈ മൈഗ്രൻ്റ് പീപ്പിൾ എന്ന് പറയുന്നത് അവർ തന്നെ ഈ ഇംഗ്ലീഷുകാരാണ് ശരിക്കും. അപ്പോൾ കാനഡ യൂറോപ്പുമായിട്ടും അമേരിക്കയായിട്ടും അഭേദമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ തന്നെ ക്രിസ്ത്യാനിറ്റി ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇവിടെ പറഞ്ഞ പോലെ ഈ യൂറോപ്പിനും ശരിക്കും അമേരിക്കയ്ക്കും കാനഡയ്ക്കും, പ്രത്യേകം നോർത്ത് അമേരിക്ക, അവിടെ എല്ലാം ഈ ഒരു എന്താ പറയുക, അവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ ക്രിസ്ത്യാനിറ്റി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അവരുടെ റിയൽ പ്രശ്നം. അത് അവരുടെ ഞാൻ മറ്റൊരു പൊളിറ്റിക്സ് കാണുന്നത് അറിയോ, ഭയങ്കര ഒരു കാര്യമാണ്. ഈ യൂറോപ്പ്, ഫ്രാൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ UK ആയിക്കോട്ടെ, കാനഡ ആയിക്കോട്ടെ, മറ്റു പല രാഷ്ട്രങ്ങൾ, സ്പെയിൻ ആയിക്കോട്ടെ, ഇവരൊക്കെ ഈ തീവ്രവാദം എന്ന് പറഞ്ഞ് വല്ലാതെ കിടന്ന് കരയുമ്പോഴും ശരിക്കും ഈ തീവ്രവാദത്തെ അമർച്ച ചെയ്യാൻ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാൻ, ഇതിനെ തടയാൻ വേണ്ട രീതിയിലുള്ള ഒരു ആക്ഷൻ ഇവരെടുക്കുന്നില്ല. ഇപ്പം നമ്മുടെ കാനഡ തന്നെ ഉദാഹരണം. കാനഡയിൽ ശരിക്കും പ്രോ പാലസ്റ്റീൻ ആയിട്ടുള്ള റാലികളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ പറഞ്ഞിട്ടില്ലേ, അവിടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിക്കുന്നതെന്ന് അറിയോ, ശരിക്കും എന്താ ഹമാസിനെയും ഹിസ്ബുളിയൊക്കെ ഭയങ്കരമായ വിരോചിതമായ വലിയ പരിവേഷം കൊടുത്ത് പഠിപ്പിക്കുന്നത്. ആ രീതിയിൽ പഠിപ്പിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആ ആശയം കൊടുക്കുന്നവർക്ക് പഠിപ്പിക്കാനുള്ള അവസരം കൊടുക്കുകയാണ് ശരിക്കും. ഇപ്പോൾ സ്റ്റുഡൻസ് എങ്ങോട്ടാണ് പോകുന്നത് ശരിക്കും. ഇനി ഞാൻ വേറെ നമ്മുടെ ഇവിടെ ഫണ്ടുകളൊക്കെ ഈ കാനഡയിൽ നിന്നൊക്കെ ഈ ഇഷ്ടംപോലെ ഫണ്ട് മൊബിലൈസ് ചെയ്യപ്പെടുന്നുണ്ട് ശരിക്കും. ഞാനൊക്കെ അവിടെയുള്ള പള്ളികളൊക്കെ പലതും വിൽക്കപ്പെടുന്നു, അതെല്ലാം മോസ്കുകളാക്കി മാറ്റപ്പെടും. വളരെ ദയനീയമായ അവസ്ഥയാണ് ശരിക്കും. അപ്പോൾ എന്താ പ്രശ്നം, ഈ മാറി മാറി വരുന്ന ഗവൺമെൻറ്, പ്രത്യേകിച്ച് ജസ്റ്റിൻ ട്രൂഡോയെ കുറിച്ച് പേഴ്സണലായിട്ട് പറയാൻ രക്ഷയില്ല. അദ്ദേഹം ശരിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് എന്താ പറയുക, ഈ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റിൻ്റെ രീതിയിൽ വളരെ അവർ ക്ലോസ് റിലേറ്റഡ് ആണ്. അതിനെക്കുറിച്ച് പറഞ്ഞതാണ് ഈ ഒബാമയുടെ കാലഘട്ടത്താണ് ജസ്റ്റിൻ ട്രൂഡോയുടെ ആ ഒരു ഈ ഭരണം വരുന്നത് ശരിക്കും. അപ്പോൾ അവർ നല്ലൊരു ഭയങ്കര ബന്ധമാണ്. കാരണം വെച്ചാൽ രണ്ടുപേരും ഒരേ ആശയമുള്ളവരാണ്. അതെന്ന് വെച്ചാൽ ലിബറൽ ലെഫ്റ്റ് പ്രോ ഇസ്ലാമിസ്റ്റ് ആ ഒരു എന്താ പറയുക ഐഡിയ ഉള്ളത് ശരിക്കും. അപ്പം ഡീപ് സ്റ്റേറ്റിൻ്റെ ആശയങ്ങളെല്ലാം കാനഡയിൽ വളരെ വ്യാപകമാകുന്നൊരവസ്ഥ. എന്ന് വെച്ചാൽ ഒരു ഫാമിലികൾക്ക് യാതൊരു സ്ഥാനവുമില്ല, അതുപോലെ ഒരു മൾട്ടി കൾച്ചർ പ്രൊമോട്ട് ചെയ്യുന്നു. ആ രീതിയിലുള്ള മറ്റെന്ന് സോഷ്യൽ എലമെൻറ്റ്സിലെല്ലാം വളരെ എന്താ പറയുക ഇമ്മോറലായിട്ടുള്ള രീതിയിലുള്ള സകല പ്രവൃത്തികളും അതെല്ലാം അങ്ങ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന അവസ്ഥ. അങ്ങനെ കാനഡയിൽ ശരിക്കും ക്രിസ്ത്യാനിറ്റി തകർന്നു പോകും. അതാണ് ജോലി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഈ കാനഡയ്ക്കാണെങ്കിലും അല്ല യൂറോപ്പ് രാജ്യങ്ങൾക്കാണെങ്കിലും ആത്മാർത്ഥയില്ല ശരിക്കും. ഈ ആൻറ്റിസെമിറ്റിസം എന്നൊക്കെ ഇവർ പറയുന്നല്ലാതെ ഇവർ കാര്യമായി ഇപ്പോൾ ശരിക്കും മനസ്സിലാക്കുന്നത് ഇസ്രായേലിൻ്റെ കൂടെയാണെന്ന് വെച്ചാൽ ആണ്, അല്ലെന്ന് വെച്ചാൽ അല്ല. അവസരം എത്തുന്ന ശരിക്കും. ഇപ്പോൾ പറഞ്ഞിട്ടില്ലേ, UK-യിലും കാനഡയിലൊക്കെ ചെന്ന ഉടനെ തന്നെ പറയാം ഈ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുന്നു. എന്ത് അവസ്ഥയാണ് ഹമാസ് മനസ്സിലാക്കണം. ഹമാസ് എന്നൊരു ടെററിസ്റ്റ് സംഘടനയ്ക്കെതിരെ തൻ്റെ സ്വന്തം രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പർപ്പസ്ഫുള്ളി ഒരു സിവിലിനെ പോലും സിവിൽ കാഷ്വാലിറ്റീസ് അവർക്ക് യാതൊരു പ്ലാനുമില്ല. പ്രത്യേകിച്ച് നമുക്ക് ഇസ്രായേൽ സൈന്യം ആ കാര്യത്തിൽ വളരെ വളരെ ജെന്റിലും അത് ജെന്യുവിനുമാണ് ശരിക്കും മനസ്സിലാക്കണം. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ അവസ്ഥ ആ രീതിയിലുള്ള തീരുമാനങ്ങളിലേക്കാണ് ഇവർ പോകുന്നത്. അപ്പോൾ ഇനി ഞാൻ മറ്റൊരു ഹിസ്റ്ററിയാണ് ഇപ്പോൾ ഇന്ത്യയായിട്ടുള്ള ബന്ധം തന്നെ നോക്കണം. ഇന്ത്യയായിട്ടൊരു ബന്ധം ഇപ്പോൾ ഈ പാകിസ്ഥാൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു വെച്ചാൽ പിന്നെ പേടിക്കേണ്ട, അവരുടെ ബോർഡറുകൾ ഒത്തിരി കിലോമീറ്റർ ദൂരമുണ്ട്, അതാണ് വിഷയമില്ല. അതുപോലെ പഴയ ഇന്ത്യയൊന്നും അല്ല, അത് കാരണം കാനഡയ്ക്ക് അങ്ങനെ പെട്ടെന്ന് നമ്മളെ ചെയ്യാൻ സാധിക്കില്ല. വേറെ 1800 മുതൽ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് പഞ്ചാബികൾക്ക്, അപ്പോൾ ഐശ്വര്യ വരാതിരിക്കുക, പഞ്ചാബികൾക്ക് ഈ ഒരു എന്താ പറയുക കാനഡ മൈഗ്രേഷനായിട്ട് ബന്ധമുണ്ട് ശരിക്കും. പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്ന വർഷങ്ങളോടും ചില നന്നായിട്ട് ഈ പഞ്ചാബികൾ അങ്ങോട്ട് നന്നായിട്ട് മൈഗ്രേറ്റ് ചെയ്യപ്പെടും. കാരണം നമ്മൾ സിഖ് പീപ്പിൾ അവർ കാരണം വെച്ചാൽ അവർ ആദ്യകാലത്ത് എന്തെങ്കിലും ജോലികൾക്കൊക്കെ വേണ്ടി പോയി, പിന്നീട് പല രീതിയിൽ അവരങ്ങനെ ഇപ്പം ഏകദേശം ഒരു 2.1% അതിന് മുകളിലായിട്ട് അവിടെ പോപ്പുലേഷനായി പറയും. അവിടെ മനസ്സിലാക്കേണ്ട ഈ വോട്ട് ബാങ്ക് ശരിക്കും. അപ്പോൾ അവരുടെ ഒരു ഇഷ്യൂ ആണ് നമുക്കറിയാം ഖാലിസ്ഥാൻ വാദം. അത് വെച്ചാൽ ഈ ഒരു 1929 മുതലുണ്ടത്, വീണ്ടും അത് ഒരു 47 കഴിഞ്ഞപ്പോൾ അത് വളരെ സ്ട്രോങ് ആയി. അവരുടെ വാദം നമുക്കറിയാമല്ലോ, പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് ഈ ഒരു ഭാഗങ്ങൾ കൂടി അവർക്ക് സിഖുകാർക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം വേണം. അതൊരു വിഘടനവാദമുണ്ട് ശരിക്കും. അവരെ ഒരു സെപ്പറേറ്റ് ഐഡന്റിറ്റി ആയിട്ട് നമ്മൾ പരിഗണിക്കണം. അപ്പം ഏറിയത് ഈ ജമ്മു കാശ്മീരിൽ അല്ലെങ്കിൽ പാകിസ്ഥാനോട് ചേർന്ന് മുസ്ലിങ്ങൾ സ്വന്തം രാഷ്ട്രം ആവശ്യപ്പെടുന്ന പോലെ കാശ്മീരിന്റെ വിഘടനവാദം പോലെ തന്നെ ഒരു ശക്തമായ വിഘടനവാദം ഇന്ത്യക്ക് ഒരിക്കലും അത് തന്നെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല. അപ്പം ഇതുമായി ബന്ധപ്പെടുത്തി ഈ സിഖ് പോപ്പുലേഷൻ അതിപ്പം എന്താ പറയുക അവരുടെ പരിപാടി എന്ന് വെച്ചാൽ അവരുടെ എന്താ പറയുക ഈ ഇന്ത്യൻ എംബസികൾ മുമ്പിൽ ജയ് വിളിക്കുക, ഇന്ത്യക്കാരെ എന്താ പറയുക വളരെ മോശം വാക്കുകൾ പറയുക, ഇന്ത്യക്കെതിരെയുള്ള പ്രവർത്തനം നടത്തുക. അത് ഇപ്പം കാനഡ മാത്രമല്ല, കാനഡയിലുണ്ട്, ബ്രിട്ടനിലുണ്ട്, അതുപോലെ ഓസ്ട്രേലിയയിലുണ്ട്, അമേരിക്കയിലും ഉണ്ട്. പാകിസ്ഥാന്റെ പിന്തുണ കൂടിയുണ്ട്, പിന്തുണയുണ്ട്. അതെ, അത് മനസ്സിലാകും. ഇതൊന്നും അതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കുന്നത് ശരിയാവും. ഇപ്പൊ സിഖ് തീവ്രവാദം ഭയങ്കര തീവ്രമാണ് ശരിക്കും. നമുക്കറിയാം അതിനങ്ങോട്ട് വളർന്നു വന്നു. അത് ഇന്ത്യനെ കുറിച്ച് വളരെ ശക്തമായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ 1969 ഇന്ദിരാഗാന്ധി പഞ്ചാബിനെ അങ്ങോട്ട് വിഭജിച്ചു ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി. പഞ്ചാബ് അതുപോലെ ഹരിയാന ചണ്ഡീഗഡ് ആക്കി. പക്ഷെ പ്രശ്നം എന്തും സോൾവ് ആയില്ല, പ്രശ്നം വീണ്ടും ശക്തമായത് നമുക്കറിയാം. പിന്നീട് ശേഷം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അതിന്റെ പ്രത്യേകത നമുക്കറിയാലോ. ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെട്ടു, പിന്നെ പ്രശ്നം ഉണ്ടായിട്ട് ശരിക്കും. പിന്നെ പഞ്ചാബികൾ എല്ലായിടത്തും വേട്ടയാടപ്പെട്ടു. അത് ശരി ഇന്ത്യയിൽ ഒരു ഭയങ്കരമായ രീതി അവർക്കെതിരെ ഒരു എന്താ പറയുക നിർണായട്ടുണ്ടായി. അത് സത്യമായ കാര്യമാണ് ശരിക്കും. പക്ഷേ 1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്നില്ല എന്ന് മനസ്സിലാക്കണം. അവരുടെ സുവർണക്ഷേത്രത്തിൽ കയറി ആ രീതിയിലുള്ള ഒരു ആക്ഷൻ എടുക്കാൻ ഇന്ദിരാഗാന്ധി തയ്യാറായില്ലായിരുന്നെങ്കിൽ അവരുടെ തീവ്രവാദം വളരെ ശക്തമായി പോയതിനെ അവരെ പിടിച്ചിട്ടാണ് ആ ഒരു അവസരക്ക് എത്തിയേനെ.
അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ അതാണ് അതിൻ്റെ ഹിസ്റ്ററി. അപ്പോൾ ഇന്ത്യക്ക് അറിയാം, ഇന്ത്യയിലെ ശരിക്കും ഈ ഖാലിസ്ഥാൻ തീവ്രവാദികളെ പ്രൊമോട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ നേതൃത്വം കാനഡയിലുണ്ട്, ശക്തമാണ് ശരിക്കും. അപ്പോൾ അവരുടെ ലിസ്റ്റ് ഫോട്ടോ അടക്കം ഇന്ത്യക്കാരെ അങ്ങോട്ട് അയച്ചു കൊടുത്തു. പക്ഷേ ആ കാനഡ ഗവൺമെൻറ് അങ്ങോട്ട് തന്നെ ആളുകൾ മൈൻഡ് ചെയ്യാൻ തയ്യാറായില്ല. കാരണം അവരുടെ പൗരന്മാരാണ്, മാത്രമല്ല വോട്ട് ബാങ്ക് ഉണ്ട്. അപ്പൊ അത് വന്നപ്പോഴാണ് പിന്നെ കാണുന്നത് പിന്നെ അജ്ഞാതന്റെ കൊലപാതകമാണ്. അപ്പൊ ഇതിങ്ങനെ ഇതാണ് എന്റെ ഇഷ്ടം ശരിക്കും. അതിന്റെ അകത്ത് വേറൊരു കാര്യമുണ്ട്, അതായത് ഈ ജസ്റ്റിൻ ട്രൂഡോ സർക്കാർ നിലനിൽക്കുന്നത് തന്നെ ഈ NDP പാർട്ടി എന്ന് പറയുന്ന ഈ ജഗ്മീത് സിംഗ് ലീഡ് ചെയ്യുന്ന ഒരു പാർട്ടി. ജഗ്മീത് സിംഗ് ഒരു ഖാലിസ്ഥാൻ അനുകൂലിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇവരെ പിണക്കാൻ പറ്റത്തില്ല, അതാണ് വിഷയം. പെട്ടെന്ന് പറയുകയാണെങ്കിൽ രണ്ട് രീതിയാണ് വെച്ചാൽ, ഇന്ത്യയെ പോലുള്ള രാജ്യത്തെ പിണക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇവർക്ക് ശരിക്കും ഇവരുടെ സ്റ്റാൻഡ് ഇവർ ക്ലിയർ ആക്കണം. ഇവരുടെ സ്റ്റാൻഡ് തീവ്രവാദത്തിനെതിരെയാണോ ആണെങ്കിൽ അവർ ഇന്ത്യയുടെ കൂടെ നിൽക്കണം, അതുപോലെ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കണം. ശരിക്കും ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്നില്ല, ഇന്ത്യയോടെ നിൽക്കുന്നില്ല. ജസ്റ്റിൻ ട്രൂഡോയുടെ ആ രാഷ്ട്രീയമായിട്ടുള്ള ആ ഒരു ഭാവി അല്ലെങ്കിൽ ആ വലിയൊരു എന്താ പറയുക നേട്ടം, അതുപോലെ തന്നെ അദ്ദേഹത്തിനെ കുറച്ച് ഐഡിയാസും, അതാണ് ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്നത്. ഓക്കെ, അത് കറക്റ്റാണ് റോബിൻ. നമ്മൾ ഈ ഒരു വിഷയങ്ങൾ നോക്കുമ്പോൾ ഇപ്പം ജോജി ഖാലിസ്ഥാൻ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ തുടക്കത്തിൽ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റ് പ്രോ ഹമാസ് ആയി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെ നടക്കുന്നു പറഞ്ഞു. 2025 ഈ കാനഡയിൽ ഇനി ഒരു ജനറൽ ഇലക്ഷൻ വരാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ മറ്റൊരു ട്രംപിനെ കാനഡയ്ക്ക് വളരെയധികം അത്യന്താപേക്ഷിതമാകുന്ന ഒരു സാഹചര്യത്തിലൂടെയല്ലേ കാനഡയിലെ ഒരു സാമൂഹിക സാഹചര്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? കാനഡയെ തീർച്ചയായിട്ടും എന്താണെങ്കിലും ഒരു ഭരണമാറ്റം എല്ലാവരും പറയുന്നുണ്ട്. അടുത്ത ഒക്ടോബറിലാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ചിലപ്പോൾ അതിന് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ട്. ഈ ട്രൂഡോ എനിക്ക് തോന്നുന്നത് ആദ്യം അധികാരത്തിൽ വന്നത് ഏകദേശം 65% ഒരു മുൻതൂക്കത്തോടെയാണ്, സപ്പോർട്ടോടുകൂടി അധികാരത്തിൽ വന്ന്. ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നത് 1/3 മാത്രം ആളുകൾ മാത്രമാണ് ട്രൂഡോയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാനഡയിലുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം അതിനുള്ള ഒരുപാട് വസ്തുക്കൾ ഇപ്പൊ ഈ ഡെമോക്രാറ്റിക് പാർട്ടി അമേരിക്കയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ അഭിമുഖീകരിച്ചത്, അതേ പ്രശ്നങ്ങൾ തന്നെ ട്രൂഡോയുടെ ലിബറൽ ഡെമോക്രാറ്റുകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. വെച്ചാൽ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയെ, അതുപോലെ തന്നെ സാധനങ്ങൾക്ക് വില കൂടുന്നു, അതുപോലെ തന്നെ ഹൗസിങ് തന്നെ വളരെ കോസ്റ്റ്ലി ആകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് അങ്ങനെ ഓരോ ജീവിക്കാൻ ആളുകൾ ബുദ്ധിമുട്ടുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഏതോ ഒരു തൊഴിലാളിയുമായിട്ട് സംസാരിക്കുന്ന വേളയിൽ പോലും അയാൾ തിരിച്ചു പറഞ്ഞൊരു കാര്യം ഭയങ്കര വൈറലായ ഒരു കാര്യമായിരുന്നു. എന്ന് വെച്ചാൽ, നിങ്ങൾ പറയുന്നത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല, നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ട്രൂഡോയുടെ ഒരു ഗവൺമെന്റ് മാറിയിരിക്കുന്നു, ട്രൂഡോയുടെ ഭരണം മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും ട്രൂഡോയുടെ ഒരു ഭരണത്തിന് എന്താണെങ്കിലും ഈ അടുത്ത വർഷത്തോടെ ഭൂരിഭാഗം ആളുകൾ വിശ്വസിക്കുന്ന ഒരു അസ്തമനം ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് കാനഡ എത്തിയത് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പലപ്പോഴും ഇപ്പോൾ റിച്ചാർഡ് ഡോക്കിൻസ് പറഞ്ഞ ഒരു കാര്യം തന്നെ വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ, ഒരു ക്രൈസ്തവ സംസ്കാരത്തിൽ ജീവിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, എത്ര കാലം ജീവിച്ചാലും അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ, ആ ഒരു ക്രൈസ്തവ സംസ്കാരം ഒരു സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ട്. അത് എത്ര പണമുണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും അത് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. അത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ആ ക്രൈസ്തവ സംസ്കാരം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. കാനഡയുടെയും ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം, അമേരിക്കയുടെയും ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം അതിന്റെ ക്രൈസ്തവികതയുടെ ആ സംസ്കാരം നഷ്ടപ്പെട്ടു എന്നുള്ളത്. അതുകൊണ്ടാണ് ട്രംപ് ആവർത്തിച്ച് പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്, ക്രൈസ്തവ സംസ്കാരം ഞാൻ തിരിച്ചു കൊണ്ടുവരും, ക്രൈസ്തവികത തിരിച്ചു കൊണ്ടുവരും എന്ന് പറയുന്നത്. കാരണം ആ സംസ്കാരം കൊടുക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉണ്ട്, ആളുകൾ കൊടുക്കുന്ന ഒരു വിലയുണ്ട്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാകുന്നത്, കാരണം ആ സംസ്കാരത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ അത് കാനഡയ്ക്ക് നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൾട്ടി കൾച്ചറലിസം, മൾട്ടി ലിബറൽ കൾച്ചറലിസ്റ്റ് ആ ആറ്റിറ്റ്യൂഡ് കാനഡയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ, ഏകദേശം 70 ലക്ഷത്തിന് മുകളിൽ ആളുകൾ കാനഡയിൽ ഒന്ന് ചൈനീസ് വംശജരാണ്, ഫിലിപ്പീനോകളുണ്ട്, അതുപോലെ തന്നെ ഇസ്ലാമിസ്റ്റുകൾ. ഉള്ള ഏഷ്യൻ പോപ്പുലേഷന്റെ 11% ഇസ്ലാമിസ്റ്റുകളാണ്, 12% ക്രിസ്ത്യാനികൾ ഏഷ്യൻ പോപ്പുലേഷനിൽ തന്നെ. അങ്ങനെയുള്ള അതിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള പോപ്പുലേഷൻ ഏകദേശം 18 ലക്ഷത്തോളം പോപ്പുലേഷൻ ഉള്ളതിൻ്റെ ഉള്ളിൽ ഏകദേശം 7,70,000 ആൾ സിഖുകാരാണ്. ആ ആളുകൾ എന്ന് വെച്ചാൽ 2.something% മാത്രമുള്ള ആളുകളാണ് ഇത്രയും കോൺട്രവേഴ്സി അവിടെ സൃഷ്ടിക്കുന്നത് എന്ന് ഓർക്കണം. അപ്പോൾ ഇതാണ് ഏകദേശം ഒരു ഡെമോഗ്രാഫിക് പിക്ചർ എന്ന് പറയുന്നത് കാനഡയുടെ. അതുപോലെ നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് കേരളത്തെ തന്നെ വെച്ച് വിലയിരുത്താണ്. ഏകദേശം 3,70,00,000 മുകളിൽ ആളുകൾ താമസിക്കുന്ന ഒരു രാജ്യം. ജസ്റ്റ് ആലോചിച്ച് നോക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ രാജ്യമാണ്. അതിന് അവിടെയുള്ള ജനസംഖ്യ 3 കോടി, കേരളത്തിന്റെ 3,70,00,000 ആളുകളുള്ള ഒരു രാജ്യം. എന്നാൽ ആ രാജ്യത്തിന്റെ ഭൂരിഭാഗവും ടുണ്ട്ര എന്ന് പറയുന്ന ഫ്രോസൺ ഏരിയയാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ മിനറൽസ് എല്ലാം ഇഷ്ടംപോലെയുണ്ട്. ഏറ്റവും കൂടുതൽ അവർ എക്സ്പോർട്ട് ചെയ്യുന്നത് എനർജിയാണ് അമേരിക്കയിലേക്ക്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൂടാതെ അതിനുള്ള ഏറ്റവും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള
ഒരു കാര്യം വരുന്നത് അമേരിക്കയുമായിട്ട് ഏകദേശം 8891 കിലോമീറ്ററിന്റെ ഏറ്റവും ലോങ്സ്റ്റ് ഇൻ ദ വേൾഡ് ലോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി കാനഡയ്ക്കുണ്ട് എന്നുള്ളതാണ്. ഈ ബൗണ്ടറിയാണ് ഇന്ന് ഏറ്റവും പ്രശ്നത്തിൽ നിൽക്കുന്നത്. കാരണം അമേരിക്കയിൽ നിന്നും ഡീപ്പോർട്ടേഷൻ, മാസ് ഡീപ്പോർട്ടേഷൻ ഡൊണാൾഡ് ട്രംപ് നടത്തുമെന്ന് പറയുമ്പോൾ ഈ ആളുകൾ മുഴുവൻ കാനഡയിലേക്ക് പോകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഏകദേശം 2 കോടിയോളം ഒരു പേപ്പറും ഇല്ലാത്ത ആളുകൾ ഏകദേശം അമേരിക്കയിലുണ്ട് എന്ന് പറയുന്നത്. ഈ മാസ് ഡീപ്പോർട്ടേഷന്റെ സാഹചര്യം ഉണ്ടാകുന്നത് ആദ്യത്തെ ട്രംപിന്റെ കാലഘട്ടത്തിലും ഇതേപോലെ ആളുകൾ കാനഡയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ, ഇപ്പോഴും അങ്ങനെ ഒരു വലിയ ഭീഷണി കാനഡ നേരിടുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുത. രണ്ടാമത്തെ ഒരു വസ്തുത, കാനഡ ഏറ്റവും കൂടുതൽ കയറ്റുമതി നടത്തുന്നത് അമേരിക്കയിലേക്കാണ്. ഏകദേശം $1 ട്രില്യൺ എന്ന് വെച്ചാൽ ഏകദേശം നമ്മുടെ ഇപ്പോഴത്തെ രൂപയുടെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 84 ലക്ഷം കോടി രൂപയുടെ അതിന് മുകളിലുള്ള കച്ചവടം അമേരിക്കയും കാനഡയും തമ്മിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് 10% താരിഫ് ട്രംപ് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു വലിയ പ്രശ്നമായിട്ട് കാനഡയുടെ മുൻപിൽ നിൽക്കുന്നു എന്നുള്ളതെല്ലാം നമ്മൾ അടിസ്ഥാനപരമായി പറയുമ്പോൾ. പക്ഷെ ഇതിനുള്ളിൽ ഒരു ലാർജ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ഇതിനെ എടുക്കുകയാണെങ്കിൽ ഇന്ന് ലോകത്തിലെ ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ ലോകത്തിലെ എല്ലാ ഇക്കോണമികളും ഒരു വലിയ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കാനഡയെ കുറിച്ച് തന്നെ പറയുന്നത്, കാനഡയിലെ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഇനി ഒരു ഷോക്ക് കാനഡയിലെ ഫൈനാൻസിന് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത് വളരെ വലിയൊരു ഡിസാസ്ട്രസ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് കാനഡയ്ക്ക്. അപ്പം അതാണ് കാനഡ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ബാക്കി ഒരുപാട് പ്രശ്നങ്ങൾ ഉരുത്തിരിയുന്നത്. 1 സംസ്കാരം, 2 സാമ്പത്തികം. ഈ 2 കാര്യങ്ങളാണ് ഇന്ന് കാനഡയെ പിടിച്ചുലയ്ക്കുന്നത്. ഒന്നാമത്തെ കാര്യം, മൾട്ടി കൾച്ചറലിസത്തിലൂടെ പല കൾച്ചറിലുള്ള ആളുകൾ വരുന്നു, അവർ ജനസംഖ്യയെ ഇമ്പാക്ട് ചെയ്യുന്നു, അവർ ഇലക്ട്രൽ ബാങ്കായി മാറുന്നു, എന്ന് വെച്ചാൽ വോട്ട് ബാങ്കായി അവർ മാറുന്നു. ആ അവസരത്തിൽ അതാണ് ഇപ്പൊ കാനഡയെ സംബന്ധിച്ച് ഇന്ത്യയുമായിട്ടുള്ള ഒരു കോൺട്രവേഴ്സി എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു കാലത്ത് എന്ന് വെച്ചാൽ ഈ കാനഡ ഇവരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അമേരിക്കയും കാനഡയും ഒരുപോലെ ഇവരെ ഇന്ത്യക്കെതിരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. കാരണം ഇന്ത്യയുടെ ഒരു വിമാനം റാഞ്ചുകയും അത് ബോംബ് വെച്ച് പൊട്ടിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. വിമാനത്തിൽ ബോംബ് വെച്ച് പൊട്ടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി അവരെ അത് ചെയ്ത ആളുകളെ ശിക്ഷിക്കാൻ കാനഡ തയ്യാറാകാതിരിക്കുകയും ആ സമയത്ത് ഭരിച്ചിരുന്നത് ജസ്റ്റിൻ ട്രൂഡോയുടെ ഫാദറാണ് ഭരിച്ചിരുന്നത്. ആ കാലത്ത് അവർ ഇത് സമ്മതിച്ചില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവർ ഇന്ത്യയെ അങ്ങനെയായിരുന്നു കണ്ടത്. പക്ഷേ ഇന്ന് ഇന്ത്യ മാറി എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ. അന്നത്തെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. ഇന്ന് കാനഡയുടെ ജസ്റ്റിൻ ട്രൂഡോയുടെ കാനഡയ്ക്ക് അതുപോലെ നിലവാരമില്ലാതെ കളിക്കാൻ പറ്റുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. രണ്ടാമത്തെ കാര്യം, ഇതൊരു തുടക്കമാണ്. ഇപ്പൊ കാനഡ ഇന്ത്യ ഇഷ്യൂ എന്ന് പറയുന്ന ഒരു തുടക്കമാണ്. ഇന്ത്യക്കാർ ഒരുപാട് രാജ്യങ്ങളിലേക്ക് മാസീവായിട്ട് കുടിയേറ്റം നടത്തിയിട്ടുണ്ട്. ഇനി ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്നെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെയെല്ലാം വോട്ട് ബാങ്കായി. ഇപ്പൊ അമേരിക്കയിൽ തന്നെ നമുക്കറിയാം, ഇലക്ഷന്റെ കാലം വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ വംശജർ ഒരു വലിയ വോട്ട് ബാങ്ക് ആയിരുന്നു. ആദ്യത്തെ പ്രാവശ്യം ട്രംപ് മോദിയെ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. രണ്ടാമത് ഇപ്പോൾ ഡെമോക്രാറ്റുകൾ രാഹുൽ ഗാന്ധിയെ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് ഇന്ത്യൻ പോപ്പുലേഷൻ വളരെ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇലക്ഷൻ വന്നു കഴിയുമ്പോൾ. എന്ന് വെച്ചാൽ നമുക്കറിയാം, ബൈഡന്റെ കാലത്ത് ബൈഡൻ ജയിക്കുന്ന സമയത്ത് വളരെ നിസാര വോട്ടിനാണ് സ്വിംഗ് സ്റ്റേറ്റുകളിൽ ജയിച്ചത്. അപ്പോൾ അവിടെ ഈ ഇന്ത്യക്കാര് മാറി വോട്ട് ചെയ്ത് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളതാണ് അവിടുത്തെ എല്ലാം പൊളിറ്റിക്സിനെ ഇന്ത്യ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യം. അതുപോലെ തന്നെയാണ് കാനഡ ഈ അടുത്ത കാലത്ത് ഇന്ത്യ അവരുടെ ഇലക്ഷനിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു ഇന്റലിജൻസ് ഒരു ഡാറ്റ ശേഖരണം നടത്തി ഒരു എൻക്വയറി നടത്തുകയെല്ലാം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ത്യ അവരുടെ ഇലക്ഷനിൽ ഇടപെട്ടത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് പല രാജ്യങ്ങളുടെയും ഇലക്ഷനിൽ ഇടപെടാൻ സാധിക്കുന്ന ഒരു കാലം. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ കാനഡ അഭിമുഖീകരിക്കുന്ന ഇതേ പ്രശ്നങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മറ്റൊരു വശം കൂടിയാണ്. എന്താണെങ്കിലും ഈ കൾച്ചറൽ ആറ്റിറ്റ്യൂഡ്, കൾച്ചറലി കാനഡ എങ്ങനെ മാറി എന്നുള്ളത്, അതുപോലെ തന്നെ ഈ ഫൈനാൻസ്, ഇത് രണ്ടും കാനഡ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ഈ കൾച്ചറിന്റെ കാര്യത്തിൽ യൂറോപ്പും കാനഡയും അമേരിക്കയും എല്ലാം ഒരേ പ്രശ്നം അഭിമുഖീകരിക്കുന്നു. അത് എത്രത്തോളം ഇനി മുൻപോട്ട് പോകുമ്പോൾ സിവിയർ ആകുകയല്ലാതെ അത് കുറയാനുള്ള സാധ്യതയില്ല. പക്ഷേ ഈ ഫൈനാൻസ് എനിക്ക് തോന്നുന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. കാനഡയുടെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. എന്നൊരു ഫിനാൻഷ്യൽ മെൽഡൗൺ ഉണ്ടാകുന്നു, ഒരു ക്രാഷ് ഉണ്ടാകുന്നു എന്നുള്ളത് ലോകം ഭയപ്പാടോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. നമ്മൾ ഈ കാനഡയുടെ കാര്യം എടുക്കുമ്പോൾ, കാനഡ മാത്രമല്ല ഈ ഒക്ടോബർ 7 ശേഷം മറ്റ് പല രാജ്യങ്ങളുടെ ഒരു കാര്യം എടുത്ത് നോക്കുമ്പോൾ, ഈ രാജ്യങ്ങൾ ഇസ്രായേലിനോട് സ്വീകരിക്കുന്ന ഒരു മനോഭാവം, അതിൽ നിന്ന് വ്യക്തമാകും ആ രാജ്യത്തെ നിയന്ത്രിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമാണോ അല്ലയോ എന്ന് കാര്യം. കേരളത്തിൽ തന്നെ സാഹചര്യം എടുക്കാം. നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഈ ഹമാസിന് ഇത്രയും പിന്തുണ കൊടുക്കുന്നത് ഈ പറയുന്ന മനുഷ്യാവകാശത്തെ പ്രേമിച്ചുകൊണ്ടോ ഒന്നുമല്ല.
അത് കൃത്യമായിട്ട് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്. കാര്യം അറിയാതെയാണ് പലരും ഈ ആട്ടം കാണുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് തുള്ളിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എന്താണ് നടക്കുന്നത് പോലും പലർക്കും അറിയത്തില്ല. അതാണ് മറ്റൊരു വാസ്തവം. സമാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ കാനഡയുടെ കേസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഡിസംബർ 12 ഈ UN ഈ ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു വോട്ടിങ്ങിൽ അത് കാനഡ അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഹമാസ് ഭീകരൻ തന്നെ ഒരു വീഡിയോ സന്ദേശം, കാനഡയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ സന്ദേശം ഈ ഹമാസ് ഭീകരൻ പുറപ്പെടുവിക്കുകയുണ്ടായി. ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇസ്രായേലിലേക്കുള്ള ഒരു ആം എക്സ്പോർട്ട് അതിന് ബാൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു നിലപാട് ഈ കാനഡ സ്വീകരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യഹിയ സിൻവാറിനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലുള്ള കാര്യം. ഒപ്പം തന്നെ ഈ ആന്റി സെമിറ്റിക് ചില യഹൂദരൊക്കെ പല മാധ്യമങ്ങളിലൂടെയൊക്കെ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ കാനഡയില് തങ്ങൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയൊക്കെ കാണുമ്പോൾ ഈ ഗാസ സ്ട്രിപ്പിലാണോ തങ്ങൾ ജീവിക്കുന്നത് എന്ന രീതിയിലുള്ള ആശങ്ക പോലും പലരും ഉന്നയിക്കുന്നുണ്ട്. അവിടെ ഉള്ളതിനേക്കാൾ ഭീകരമാണ് പലപ്പോഴും ഇവിടുത്തെ ഒരു അവസ്ഥ. താൻ യഹൂദനാണ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ യഹൂദന്റേതായിട്ടുള്ള ചിഹ്നങ്ങളോ പേരോ അത് പുറത്തേക്ക് പറയാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ തന്നെ അവിടെ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്, ആരാണ് യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്നത് എന്ന് അവിടെ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പറയുന്ന ഈ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, ആ കോർട്ടിന്റെ ഒരു വെർഡിക്റ്റ് വന്നപ്പോൾ ഏറ്റവും ആദ്യം ചാടിക്കേറി നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ അവകാശപ്പെട്ട വിവാദം മുഴക്കിയത് ജസ്റ്റിൻ ട്രൂഡോ തന്നെയാണ്. അതിൻ്റെ അകത്തൊരു ഇരട്ടത്താപ്പ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്, ഇന്ത്യ പലതവണ കാനഡയോട് പറഞ്ഞിട്ടുണ്ട് കൊടിയ ഭീകരന്മാർ കാനഡയുടെ ഉള്ളിലുണ്ട്. ഏകദേശം 9ഓളം കാലിസ്ഥാൻ ടെറർ ബേസുകൾ കാനഡയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഈ പറയുന്ന മനുഷ്യാവകാശം അല്ലെങ്കിൽ അതിനെ എന്താ പറയുക, അതിനോട് ഭയങ്കര സ്നേഹം മൂത്തിട്ടാണ് ഈ പറയുന്ന നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്തെന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ട് ഈ ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ നടപടി എടുക്കുന്നില്ല? ഈ പാകിസ്ഥാനിലെ ചാരസംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ, ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? മറിച്ച് ഹമാസ് ഭീകരർക്കെതിരെ നടപടി സ്വീകരിച്ച നെതന്യാഹുവിനെ ചാടിക്കേറി അറസ്റ്റ് ചെയ്യുമെന്ന രീതിയിൽ വലിയ വിവാദം മുടക്കുന്നു. അത് ആളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, താൻ വലിയ സംഭവമാണ് എന്ന് ലോക പൊളിറ്റിക്സിൽ കാണിക്കാൻ വേണ്ടി നടത്തുന്ന ചില ഗിമിക്കുകളൊക്കെ തന്നെയാണ്. അപ്പൊ റോബിൻ സൂചിപ്പിച്ചതുപോലെ കൃത്യമായിട്ടുള്ള ഭരണമാറ്റം കാനഡയുടെ ശോഭനമായ ഭാവിക്ക് അത്യന്താപേക്ഷിതമാണ്. ട്രംപിനെ പോലെ ശക്തമായിട്ടുള്ള നിലപാട്, അത് ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ ആയിക്കോട്ടെ, ഈ പറയുന്ന ഇല്ലീഗൽ മൈഗ്രൻസിനെതിരെ ആയിക്കോട്ടെ, ഈ ക്രൈസ്തവ അനുകൂലമായിട്ടുള്ള നിലപാടിന്റെ കാര്യത്തിലായിക്കോട്ടെ, അതേപോലെ ശക്തമായിട്ടൊരു നേതാവ് കാനഡയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയാണെങ്കിലും നിരവധി പേരാണ് കാനഡയിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കേരളമായിട്ട് കാനഡ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യം പയ്യെ കാനഡയെയും ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് കേരളവും കാനഡയും തമ്മിൽ വളരെയധികം ഒരു കണക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് പലതരത്തിലും പറയാൻ സാധിക്കും. അതുകൊണ്ട് കാനഡയിൽ തീർച്ചയായിട്ടും ഒരു ഭരണമാറ്റം, പോസിറ്റീവായിട്ടുള്ള ഭരണമാറ്റം സംഭവിക്കേണ്ടത് കാനഡയ്ക്കും അത് ഗുണം ചെയ്യും, ലോകത്തിനും ഗുണം ചെയ്യും, ഒപ്പം തന്നെ ട്രംപിന്റെ രണ്ടാം ഭരണത്തിനും ഗുണം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിലപാട് ഈ ഒരു പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, കാനഡയെ ഈ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക്, ഈ ഒരു അസ്ഥിരതയിലേക്ക്, അസമാധാനം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലേക്ക് നയിച്ചത് തീർച്ചയായിട്ടും ജസ്റ്റിൻ ട്രൂഡോ എന്ന കാനഡിയൻ പ്രധാനമന്ത്രിയുടെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് മൂലമാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഒരു പ്രീണനം, അത് ഒരു രാജ്യത്തിന്റെ ഭാവിയെ എത്രത്തോളം ഗുരുതരമായി ബാധിക്കും എന്നതിന്റെ ക്ലാസിക് എക്സാമ്പിളാണ് ഈ കാനഡയിൽ നടക്കുന്ന ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളൊരു നിലപാട് ഇതാണ്. കാനഡയുടെ ഭാവി ശോഭനമാകണമെങ്കിൽ, കാനഡയിൽ സമാധാനം പുലരണമെങ്കിൽ, അല്ലെങ്കിൽ കാനഡയിൽ നിന്നും ഇസ്ലാമിസ്റ്റുകളെ തൂത്തെറിയണമെങ്കിൽ, ഖാലിസ്ഥാൻ തീവ്രവാദികളെ തൂത്തെറിയണമെങ്കിൽ, അതിനേക്കാളൊക്കെ ഉപരി ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ആ ഒരു ബന്ധം ഊഷ്മളമായി മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ ഭരണമാറ്റം കൂടിയേ തീരൂ. നേരത്തെ പറഞ്ഞതുപോലെ നിലവിലെ അമേരിക്കൻ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ പോലെ ഉറച്ച, ശക്തമായ, വ്യക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഭരണകർത്താക്കൾ കാനഡയുടെ ഭരണ സാരഥ്യത്തിലേക്ക് വരട്ടെ എന്ന ശക്തമായിട്ടുള്ള ഒരു നിലപാട് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.